വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പം അപ്പുവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. അമ്മയുടെ വയസ്സ് എത്ര ആയിട്ട് കൊടുക്കണം? 8x ആയിട്ട് കൊടുത്തു. ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, 3 വർഷത്തിന് ശേഷം ആഫ്റ്റർ 3 years ഇവിടെ എത്ര ആയിട്ട് മാറും? x+3 ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെയും 8x+3 ആയിട്ട് മാറും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞത് 3 വർഷങ്ങൾക്ക് ശേഷം എത്രയായിട്ട് മാറും? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5x + 15 = 8x+3 എന്നിട്ടാണ് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 8xനെ 5x കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് എത്ര ആയിട്ട് കിട്ടും? 3x ആയിട്ട് കിട്ടും അല്ലേ? ബാലൻസ് എത്ര വരും? 15ന് 3 ഇപ്പുറത്തോട്ട് കുറയ്ക്കണം. അത് എത്ര ആയിട്ട് വരും? 12 ആയിട്ട് വരും. അപ്പോൾ 12 = 3x എന്നാണ് വരുന്നത്. ആൻസർ എത്ര വരും? x എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആയിട്ട് വരും. അപ്പം x എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ പ്രായമാണ്? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം ആണ്. അപ്പം അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം കിട്ടാൻ വേണ്ടിയിട്ട് 8x എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം 8 × 4 ആണെങ്കിൽ എത്ര പറയണം? 32. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താങ്ക് യു.